പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നവകേരളം എന്ന സങ്കല്പത്തിലും നാം ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലം മുമ്പ് കന്നിയംഗത്തിൽ മത്സരിച്ച് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോഴിക്കോട് നിന്ന് പ്രദീപ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിച്ചേരുമ്പോൾ ഇത്തിരി നേരം വൈകി. ഞങ്ങൾ ചോദിച്ചു, പ്രദീപേട്ടൻ സാധാരണത്തതുപോലെ വൈകി വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് കോഴിക്കോട്ടെ മലാപ്പറമ്പ് സ്കൂളിലെ സമരഭൂമിയിൽ നിന്നാണ്. ലാഭനഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് അന്നത്തെ ഗവൺമെൻറ് 2011 മുതൽ 16 വരെയുള്ള കാലത്തിനിടയിൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച മലാപ്പറമ്പ് സ്കൂളിലെ സമരഭൂമിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കേരളത്തിൽ 4 മിഷനുകളോടെ കഴിഞ്ഞ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, ഇനി മലാപ്പറമ്പുകൾ ആവർത്തിക്കില്ല. ലാഭനഷ്ട കണക്കുകളുടെ പേരു പറഞ്ഞ് ഒരു വിദ്യാലയവും അടച്ചുപൂട്ടാത്ത ഒരു കേരളമാണ് നാം സൃഷ്ടിക്കാൻ പോകുന്നത്. 7.5 വർഷക്കാലം മുമ്പ് കേരളം പ്രതിജ്ഞയെടുത്തു, ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നാൽ ആ വിദ്യാർത്ഥിയെ ഒരു യൂണിറ്റായി കാണുന്നതായിരിക്കും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. 7.5 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളം കടന്നുപോയപ്പോൾ സമാനതകളില്ലാത്ത വിധം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല, അക്കാദമിക മാസ്റ്റർ പ്ലാനുകൾ കേരളത്തിലെ പള്ളിക്കൂടങ്ങൾക്കുണ്ടായി. ഓരോ പള്ളിക്കൂടത്തിനും ഓരോ അക്കാദമിക മാസ്റ്റർ പ്ലാൻ.